ദൈവത്തിന് സ്തോത്രം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കും. പരിശുദ്ധനെ, സ്വർഗീയ രാജാവേ, വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കാൻ ദൈവം ചെയ്ത വിലപ്പെട്ട ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന സകലതയും അടികൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ എല്ലാവരോടും യേശു സംസാരിക്കണം. അപ്പ ആത്മാവിനെ നിറയ്ക്കണം. അതിന് ഞങ്ങളോട് സംസാരിക്കും. സ്വർഗത്തിലെ ശബ്ദം കേൾപ്പാൻ സ്വർഗം സഹായിക്കണം. യേശു തന്നെ ഞങ്ങളോട് ഇടപെടും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ വാത്സല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിലേക്ക് അനേകർ അടുത്ത് വന്നെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ അനേകർ പിന്മാറാറുണ്ട്. മാത്രമല്ല, ചില വേളകളിൽ ചിലരൊക്കെ മാറി അകന്നു പോകാറുണ്ട്. എന്നാൽ അകന്നുപോയ ഒരാളിനെ അടുപ്പിക്കുവാൻ വേണ്ട കൃപയെ പകരുന്ന ഒരു അധ്യായമാണ് യോഹന്ന സുവിശേഷം അതിന്റെ 21-ാം അധ്യായം. യോഹന്ന സുവിശേഷം 21-ാം അധ്യായം നമ്മൾ ധ്യാനിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. പത്രോസ് എന്ന ദൈവ മനുഷ്യൻ കർത്താവിന്റെ കൂടെ നടക്കുന്നു. കർത്താവ് അയാളെ സ്നേഹിക്കുന്നു. കർത്താവിന്റെ ശിഷ്യനാണ് പത്രോസ്. കർത്താവിന്റെ കൂടെ നടക്കുന്നു. യേശുവിന് വളരെ സ്നേഹം തോന്നുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു എന്ന് പത്രോസിനെ യേശുവിനെ വെളിപ്പെടുത്തുന്നു. യേശു പറയുന്നു, ജഡരക്തങ്ങളല്ല നിന്നെ അത് വെളിപ്പെടുത്തിയത്, സ്വർഗത്തിലെ ദൈവമത്രേ വെളിപ്പെടുത്തിയെന്ന് പറയുന്നു. അവന്റെ കയ്യിൽ താക്കോല് കൈമാറുന്നു. അതിനുശേഷം ഇതാ ഓരോ ശുശ്രൂഷകൾ കഴിയുന്നു. യേശുവിന്റെ ക്രൂശീകരണ സമയം എടുക്കുന്നു. അതിന് തൊട്ട് മുൻപ് പത്രോസ്, കർത്താവേ, അങ്ങ് ഇവിടെ പോയാലും ഞാൻ വരും എന്ന് പറയുന്നു. യേശു പറഞ്ഞു, പത്രോസേ, ഇന്ന് കോഴി കൂവും മുമ്പേ തള്ളി പറയുന്ന കാര്യം കർത്താവ് പറയുന്നു. പത്രോസ് അത് കേൾക്കുന്നുവെങ്കിലും പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ യേശു പറഞ്ഞ പ്രവചനം അതുപോലെ അതേ കറക്റ്റ് സമയത്തിന് അത് പൂർത്തിയാകുന്നു. പത്രോസ് നോക്കുമ്പോൾ യേശു ക്രൂശീകരിക്കപ്പെടുന്നു. അവിടെ വച്ച് യേശു ക്രിസ്തു മരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടുകൂടെ പത്രോസ് തന്റെ കയ്യിൽ നിന്ന് വിട്ടു വന്ന യേശു ക്രിസ്തു പത്രോസിനെ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിനകത്ത് ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ വെച്ചാണ് കർത്താവ് ആ പത്രോസിന്റെ പടകിൽ കയറുകയും എടുത്ത മീൻകൂട്ടം കിട്ടുകയും പത്രോസ് യേശുവിന്റെ പിന്നാലെ വരികയും ചെയ്തു. പക്ഷെ ഇപ്പോൾ ഇതാ യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് വിട്ടെറിഞ്ഞ വലയും പടകും അവിടെ വിട്ടെറിഞ്ഞതാണ്. അവിടെ നിന്ന് വിട്ടെറിഞ്ഞാണ് യേശുവിനോട് കൂടെ വന്നത്. വള്ളവും വലയൊക്കെ ഉപേക്ഷിച്ച് യേശുവിന്റെ പുറകെ വന്നവൻ ഇവിടെ എത്തിയപ്പോൾ യേശുവിന്റെ ക്രൂശീകരണത്തോടു കൂടെ ആ മനുഷ്യൻ തിരിച്ച് വള്ളവും വലയെടുത്തുകൊണ്ട് പോകാനിടയായിത്തീർന്നു. സ്തോത്രം. വേദപുസ്തകം പറയുന്നു, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കാൻ പാടില്ല. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ശേഷം തൻ്റെ കളഞ്ഞ വള്ളവും വലയെടുത്ത് പോയപ്പോൾ യേശു കർത്താവ് അടക്കം കഴിഞ്ഞു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു തിബരിയാസിന്റെ കടൽക്കരയിൽ നിൽക്കുകയാണ്. ഇതേ കടലിൽ പത്രോസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ പൈതലെ, നീ കഴിഞ്ഞ നാളിൽ യേശുവിന്റെ കൂടെ നടന്ന് സ്നേഹത്തോടെ ജീവിച്ച് ഇന്ന് ഏതൊക്കെയോ ഭാഗത്ത് പിന്മാറി അകന്ന് ദൈവശക്തി നഷ്ടപ്പെട്ട് പഴയ സ്വഭാവങ്ങൾ കയ്യിലെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? എന്നാൽ ഞാൻ പറയാം, താങ്കളെ സ്നേഹിക്കുന്ന യേശു താങ്കൾ ഇരിക്കുന്ന സ്ഥാനത്ത്, താങ്കളുടെ കരയിൽ, താങ്കൾ ഏത് ഭാഗത്ത് വീട് കിടക്കുന്നോ അതിന്റെ തൊട്ടപ്പുറത്ത് താങ്കളെ കാത്ത് ഒരുവൻ നിൽപ്പുണ്ട്. 2 കരങ്ങളിലും ആണിയേറ്റ, 2 കാലുകളിലും ആണിയേറ്റ, ഉൾക്കിരീടം ചൂടപ്പെട്ട സർവശക്തനാകുന്ന ദൈവം നിങ്ങളെ തേടി അവിടെ നിൽപ്പുണ്ട്. ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പൈതലെ, വ്യത്യസ്ത വിഷയം ജീവിതത്തിൽ മൂടിയപ്പോൾ ഒരുപക്ഷെ താങ്കൾ പിന്മാറിപ്പോയതായിരിക്കാം. പക്ഷെ യേശു താങ്കളെ സ്നേഹിച്ചിട്ട്
താങ്കളെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. താങ്കളുടെ അടുക്കൽ യേശു നിൽക്കുകയാണ്. എന്തിനു വേണ്ടി? പിന്മാറിപ്പോയ താങ്കളെ, കരിക്കട്ടയായ താങ്കളെ ഒന്നുകൂടെ തൊട്ടൊന്ന് കനലാക്കുവാൻ, ഒരു ശക്തിയെ പകരുവാൻ, ഒരു അഭിഷേകത്തെ പകരുവാൻ, ഒരു കൃപയെ പകരുവാൻ, ഒരു ദൈവിക ശക്തിയെ പകരുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യം പകരുവാൻ യേശു ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശു അടുക്കൽ തൊട്ടപ്പുറത്ത് നിൽക്കുക. പത്രോസ് തിബരിയസിന്റെ കടലിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു 21-ാം അധ്യായം, യോഹന്നാൻ 21-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നു, അതിനുശേഷം യേശു പിന്നെയും തിബരിയസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായത് ഈ വിധമായിരുന്നു. ശിമോൻ പത്രോസും ദിദിമോസും തോമസും ഗലീലുള്ള കാനായിലെ നഥനയേലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ 2 പേരും ഒരുമിച്ച് കൂടിയിരുന്നു. ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറി പോയി. ആ രാത്രി ഒന്നും പിടിച്ചില്ല. പുലർച്ചെയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു വാങ്ങുന്നത് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതു ഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾ കിട്ടും എന്നവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീനിന്റെ പെരുപ്പഹേതുവായി അത് വലിപ്പാൻ കഴിയില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, ഇത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പത്രോസ് മാത്രമല്ല ഇറങ്ങിപ്പോയത്. യേശു സ്നേഹിച്ചെന്ന് പറഞ്ഞ യോഹന്നാൻ എഴുതിയ അതേ യോഹന്നാൻ തന്നെ പത്രോസിന്റെ കൂടെ മീൻ പിടിക്കാൻ പോയി. ഒരാൾ മാറിയപ്പോൾ അയാളുടെ കൂടെ മറ്റെത്രയോ പേര് മാറുന്നു. ഇന്ന് താങ്കൾ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ പിന്മാറ്റത്തിലൂടെ താങ്കൾ ദൈവത്തിന്റെ കൂടെ നടന്ന അഭിഷേകത്താൽ നിറഞ്ഞ്, ശക്തിയാൽ നിറഞ്ഞ്, കൃപകളാൽ നിറഞ്ഞ്, സാക്ഷ്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് നേടി, അനേകരോട് സ്നേഹത്തെക്കുറിച്ച്, അനേകരോട് പരിശുദ്ധാത്മാവിനെ കുറിച്ച്, അനേകരോട് സാക്ഷ്യം പറഞ്ഞ താങ്കൾ എന്തൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ തകർന്ന് പിന്മാറി കരിക്കട്ട പോലെ ആയപ്പോൾ താങ്കൾ മാത്രമല്ല, താങ്കളോട് കൂടെ ഒരുപക്ഷെ കുടുംബം കാണും, കുടുംബത്തിലെ അംഗങ്ങൾ കാണും, ബന്ധുക്കൾ കാണും, ഒരു ദേശം, താങ്കളെ അറിയപ്പെടുന്ന ഒരുപാട് പേർ ഒരുപക്ഷെ ഇതോടുകൂടി അങ്ങനവനായിരിക്കാം. എന്നാൽ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഏത് സമയത്താണോ താങ്കൾ ഈ ശബ്ദം കേൾക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ തൊട്ട് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് കരയിൽ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. പത്രോസ് മനസ്സിലായി. യോഹന്നാൻ പറഞ്ഞു ഇത് യേശുവാണെന്ന്. പത്രോസ് ഉടനെ സ്വത്രം നഗ്നനാകയാൽ, കേട്ടോ എഴുതിയിരിക്കുന്നു, നഗ്നനാകയാൽ സ്വത്രം വെള്ളത്തിനകത്തോട്ട് ചാടി മാറി. എന്നാൽ യേശു ഒന്ന് പോയോ? ഇല്ല. യേശു പത്രോസിനെ ശക്തീകരിക്കാൻ അപ്പവും മീനും സ്തോത്രം ചുട്ട് കർത്താവ് കാത്തു നിൽക്കുകയാണ്. കാത്തേശു നിൽക്കുകയാണ്. സ്തോത്രം. തന്റെ കയ്യിലെ മുറിപ്പാടുകൾ ഉണങ്ങിയിട്ടില്ല, കാലിലെ മുറിപ്പാടുകൾ ഉണങ്ങിയിട്ടില്ല. ഇതേ കൈ കൊണ്ട് ശിഷ്യന്മാർക്ക് മീനും അപ്പവും റെഡിയാക്കി കർത്താവ് കാത്തിരിക്കുകയാണ്. സ്തോത്രം. കാത്ത് കർത്താവിന്റെ ശിഷ്യനാകുന്ന പത്രോസിനെ കാത്ത് ഇത് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പൈതലെ, പിന്മാറിപ്പോയവനെ കാത്തു നിൽക്കുന്ന യേശു, അകന്നു പോയവനെ വേണ്ടി അപ്പവും മീനുമായി കാത്തു നിൽക്കുന്ന യേശു. നീ അകന്നു പോയ പൈതലാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കൾ യേശു സ്നേഹിക്കുന്നു. താങ്കൾ നിൽക്കുന്ന ആ സ്ഥാനത്ത് യേശു അടുക്കലിറങ്ങി താങ്കളെ ബലപ്പെടുത്തുവാൻ അഭിഷേകവുമായി നിൽപ്പുണ്ട്, ശക്തിയുമായി നിൽപ്പുണ്ട്. കെട്ടുകൾ പൊട്ടിക്കാൻ, ബന്ധനങ്ങൾ അഴിക്കാൻ, ചങ്ങലകൾ ഉടയ്ക്കാൻ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഉടയ്ക്കാൻ, അന്ധകാര മണ്ഡലങ്ങൾ അഴിക്കാൻ, ആത്മാവിനാൽ നിറയ്ക്കാൻ, ശക്തിയേറിയ അഭിഷേകത്താൽ നിറയ്ക്കാൻ, കഴിഞ്ഞ നാളുകളിൽ പിന്മാറിപ്പോയി എല്ലാ മണ്ഡലത്തിനകത്തു നിന്നും പാപത്തെ ക്ഷമിച്ച് രക്തം കൊണ്ട് കഴുകി, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകി, അഭിഷേകത്തെ പകർന്ന് ഇരട്ടി ബലത്തോടെ പുറത്തെടുക്കുവാൻ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പൈതലെ, കർത്താവിന്റെ അടുക്കലുണ്ട്. ഏത് ഭാഗത്താണ് പിന്മാറിപ്പോയത്, ഏത് ഭാഗത്താണ് അകന്നു പോയത്, ഏത് ഭാഗത്താണ് ദൈവത്തിൽ നിന്ന് മാറിപ്പോയത്, ആ ഭാഗത്ത് നിന്ന് വീണ്ടും ഒന്നുകൂടെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള യേശു ഈ ശബ്ദം കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അടുക്കൽ നിൽക്കുകയാണ്. ആ കർത്താവിന് എത്രയൊക്കെ ആവശ്യമുണ്ട്, ആ കർത്താവിന്റെ കൃപ എത്രയൊക്കെ ആവശ്യമുണ്ട്, പിന്മാറ്റം മടക്കി വരാൻ എത്രയൊക്കെ ആഗ്രഹമുണ്ട്.
താങ്കൾ ഇതുവരെ യേശുവിനെ കണ്ടുമുട്ടാത്ത ആളാണോ ഈ വചനം കേൾക്കുന്നത്? എന്നാൽ താങ്കൾ യേശു സ്നേഹിക്കുന്നു. യേശുവിന്റെ ശക്തി താങ്കളുടെ മേലും പകരുവാൻ കർത്താവ് അടുത്ത് നിൽക്കുന്നു. ഭാരപ്പെടണ്ട. എല്ലാവരും ഒരുപക്ഷെ പിന്മാറിപ്പോയത് ഒറ്റപ്പെടുത്തി കാണും. എല്ലാവരും ഒരുപക്ഷെ നീ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു കാണും. സാരമില്ല. ഒരിക്കൽ കൂടെ ഒന്ന് തൊട്ട് അഭിഷേകം ചെയ്യുവാൻ, ഒരിക്കൽ കൂടെ ബലപ്പെടുത്തുവാൻ, ഒരിക്കൽ കൂടെ അപ്പം ചുട്ട് തരുവാൻ, ഒരിക്കൽ കൂടെ മീൻ തരുവാൻ, ഒരിക്കൽ കൂടെ ബലപ്പെടുത്തുവാൻ, ഒരിക്കൽ കൂടെ ഒന്ന് കാണുവാൻ, ഒരിക്കൽ കൂടെ മാനോട് ചേർത്ത് പിടിക്കുവാൻ, ആ അഗ്നി അഭിഷേകത്തെ പകരുവാൻ, ആ കൃപാവരങ്ങളെ പകരുവാൻ, സ്വർഗീയ ശക്തിയെ പകരുവാൻ യേശു തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഈ ശബ്ദം കേൾക്കുന്ന പൈതലേ, നിന്നെ സ്നേഹിക്കുന്ന യേശു, നിന്നെ അറിയുന്നത് യേശു, നിന്റെ അടുത്തേക്ക് ഭാരപ്പെടേണ്ട. എല്ലാ ഭാരവും കർത്താവ് അഴിച്ചു മാറ്റും. നമുക്ക് കണ്ണടയ്ക്കാമോ? പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനെ സ്വർഗീയ രാജാവേ, ആഴമേലെ തിരുവചനങ്ങൾക്കായി സ്തോത്രം. ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന സകല മക്കളെയും അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അപ്പൊ പിന്മാറ്റക്കാരാണ് ഈ കേൾക്കുന്നതെങ്കിൽ അവരുടെ മേൽ ശക്തി ഇറങ്ങട്ടെ, ഒരു വിടുതൽ ഇറങ്ങട്ടെ, ഒരു കൃപ ഇറങ്ങട്ടെ. ഒരിക്കൽ കൂടെ ആ പിന്മാറ്റങ്ങളെ ചികിത്സിച്ച് അവരുടെ ശക്തിയെ പകർന്ന് പത്രോസിനെ മടക്കി വരുത്തി ഇരട്ടി ബലത്തോടെ പുറത്തെടുത്ത ദൈവമേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നു പിന്മാറിപ്പോയ ആരെല്ലാം ഈ ശബ്ദം കേൾക്കുന്നു അവരുടെ മേലെല്ലാം പുതിയൊരു ശക്തിയെ പകർന്ന് ഈ കർത്താവ് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ശക്തിയെ പകർന്ന് അവരെ വീണ്ടും ഇരട്ടി ബലത്തോടെ, ഇരട്ടി അഭിഷേകത്തോടെ, ഇരട്ടി കൃപാവരങ്ങളോടെ പുറത്തെടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവിനെ കണ്ടുമുട്ടാത്ത ആരെല്ലാം ശബ്ദം കേൾക്കുന്നു അവരുടെ മേലെല്ലാം ദൈവശക്തി ഇറങ്ങട്ടെ. ആ ഹൃദയത്തിലെ ഇറങ്ങിച്ചേരണമേപ്പ. അവരുടെ പാപക്കറകൾ ക്ഷമിക്കണമേ. അവരുടെ ജീവനം നിറയ്ക്കണമപ്പ. ഇതിനകത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളുടെ പേരും പുത്തൻ അഭിഷേകം ഇറങ്ങട്ടെ. രോഗഭാരം ക്ഷീണങ്ങളെല്ലാം മാറിപ്പോകട്ടെ. അങ്ങനെ സമാധാന സന്തോഷ സ്വസ്ഥതയും കൊടുക്കും. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ചുള്ള സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God bless you. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.